നമസ്കാരം. കറണ്ട് അഫയർ സീരീസിൽ 2021 നവംബർ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന കുറേ സോളിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. കറണ്ട് അഫയർ സീരീസിൽ 2021 ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്ത് തീരാറായി. മുൻപുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കണം. ഞാൻ അഖിൽ, ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പോയിന്റ്, 2021 ദ്രോണാചാര്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. അപ്പൊ നമുക്ക് ആ കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളികളെ കുറിച്ച് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. 2021 റെഗുലർ കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണൻ നായർ. അത്ലറ്റിക് വിഭാഗത്തിലെ പരിശീലകനാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഇത് ദ്രോണാചാര്യ പുരസ്കാരം. അത് റെഗുലർ കാറ്റഗറിയിലും ഇപ്പോൾ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിലും കൊടുക്കാറുണ്ട്. അപ്പൊ 2021 ദ്രോണാചാര്യ പുരസ്കാരം റെഗുലർ കാറ്റഗറിയിൽ ലഭിച്ച മലയാളി പരിശീലകൻ ആരെന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണൻ നായരാണ്. അത്ലറ്റിക് വിഭാഗത്തിലെ പരിശീലകനാണ്. ഇനി 2021 ദ്രോണാചാര്യ പുരസ്കാരം ലൈഫ് ടൈം കാറ്റഗറിയിൽ ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ TC ഔസേപ്പ്. രണ്ടുപേർക്കും അത്ലറ്റിക് വിഭാഗത്തിലാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 ദ്രോണാചാര്യ പുരസ്കാരം റെഗുലർ കാറ്റഗറിയിൽ ലഭിച്ച മലയാളി ആരാണ്? രാധാകൃഷ്ണൻ നായർ. 2021 ദ്രോണാചാര്യ പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ലഭിച്ച മലയാളി ആരാണ്? TC ഔസേപ്പ്. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി R ഹരികുമാർ. നമുക്കറിയാം, മലയാളിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയാകുന്ന ആദ്യ മലയാളിയാണ് ആര്? R ഹരികുമാർ. തിരുവനന്തപുരം സ്വദേശിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ 25ാമത്തെ മേധാവിയായിട്ടാണ് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം, കരസേന, വ്യോമസേന, നാവികസേന ഇതിന്റെ മേധാവികളെ കുറിച്ച് സ്ഥിരമായി പരീക്ഷകൾ കറണ്ട് അഫയേഴ്സിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ ഉറപ്പായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? R ഹരികുമാർ. ആരാണ്? R ഹരികുമാർ. തിരുവനന്തപുരം സ്വദേശിയാണ്. ഒപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കണം, ഇന്ത്യൻ നാവികസേനയുടെ 25ാമത്തെ മേധാവിയാണ് അദ്ദേഹം. നെക്സ്റ്റ്, നമുക്കറിയാം, കേരളത്തിൽ സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. റീസെന്റ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചു. ആരാണ് ജേതാവ്? P വത്സല. പഠിക്കുക, 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? P വത്സല. P വത്സല. നമുക്കറിയാം, വയനാടിന്റെ കഥാകാരി അല്ലെങ്കിൽ തിരുനെല്ലിയുടെ കഥാകാരി എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? P വത്സലയാണ്. വയനാടിന്റെ കഥാകാരി എന്നോ തിരുനെല്ലിയുടെ കഥാകാരി എന്നൊക്കെ ആരെ വിളിക്കുന്നു? P വത്സല. P വത്സലയുടെ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഒരു കൃതി വരുമല്ലോ, ഏതാണ്? നെല്ല്. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? P വത്സലയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിക്കാറുണ്ട്, എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1993 പ്രഥമ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളിയാണെന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. എന്നാൽ അവിടെ നമ്മളൊരു പോയിന്റ് കണക്ട് ചെയ്ത് പഠിക്കും. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ബാലാമണി അമ്മയാണ്. എല്ലാവർക്കും അറിയാം, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ബാലാമണി അമ്മയാണ്. ശേഷം കമല സുരയ്യ, സുഗതകുമാർ ടീച്ചർ, M ലീലാവതി എന്നിവർക്കും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരുന്നു. വനിതകൾക്ക് ആർക്കൊക്കെയാണ്? ബാലാമണി അമ്മ, അതേപോലെ കമല സുരയ്യ, സുഗതകുമാരി ടീച്ചർ, ഡോക്ടർ M ലീലാവതി. ഇപ്പോൾ ആർക്ക് ലഭിച്ചു? P വത്സല. വേണമെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എത്രാമത്തെ വനിതയാണ് P വത്സല? എത്രാമത്തെ വനിതയാണ്? 5ാമത്തെ വനിതയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എത്രാമത്തെ വനിതയാണ്? 5ാമത്തെ വനിത. ഇപ്പൊ എത്രാമത്തെ പുരസ്കാരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം, പുരസ്കാരം ആരംഭിച്ച 1993 അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ എത്രാമത്തെ വനിത എന്ന് ചോദിച്ചാൽ അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും. അപ്പൊ എത്രാമത്തെ വനിതയാണ്? 5ാമത്തെ വനിതയാണ്. പിടിയല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ഒക്കെ അനുസരിച്ച് ഇങ്ങനെ വേണേൽ ക്വസ്റ്റൻ ചോദിക്കാം. 2021 എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. പിടിയല്ലോ. അതിൽ ഒന്ന്, 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് P വത്സലയാണ്. വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നു. P വത്സലയുടെ പ്രശസ്തമായ നോവലാണ് നെല്ല് എന്നൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച 3ാമത്തെ വനിതയാണ് P വത്സല തരും. പിടിയല്ലോ. അപ്പൊ നമുക്കറിയാം, 3ാമത്തെ അല്ല 5ാമത്തെയാണ്. ഇങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓർക്കുക. ദെൻ ഒരു വിയോഗമാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്.
ഡോക്ടർ എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി അന്തരിച്ചു. തിരുവനന്തപുരം RCCയുടെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ അന്തരിച്ച തിരുവനന്തപുരം RCCയുടെ സ്ഥാപക ഡയറക്ടർ ആയിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ എം കൃഷ്ണൻ നായർ. പഠിക്കുക. അടുത്തിടെ അന്തരിച്ച തിരുവനന്തപുരം RCCയുടെ സ്ഥാപക ഡയറക്ടർ ആയിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ എം കൃഷ്ണൻ നായർ. അടുത്തിടെ അന്തരിച്ച തിരുവനന്തപുരം RCCയുടെ സ്ഥാപക ഡയറക്ടർ ആയിരുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ എം കൃഷ്ണൻ നായർ. നെക്സ്റ്റ് 2021 ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ അപർണ ബാലനാണ്. ബാഡ്മിന്റൺ താരം അപർണ ബാലനാണ് 2021 ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2021 ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു? അപർണ ബാലൻ, ബാഡ്മിന്റൺ താരമാണ്. ദെൻ നമുക്കറിയാം പ്രൈസ് മണി കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം എന്ന് നമ്മൾ പറയുന്ന ഒരു പുരസ്കാരമാണ് JCB പുരസ്കാരം. വിവിധ ഭാഷകളിലെ കൃതികളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ കൃതികൾക്ക് ലഭിക്കുന്ന ഒരു പുരസ്കാരമാണ് JCB പുരസ്കാരം. 2021 JCB പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ മലയാളിയായ M മുകുന്ദനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 JCB പുരസ്കാര ജേതാവ് ആരാണ്? M മുകുന്ദൻ. M മുകുന്ദന്റെ ഡൽഹി ഗാഥ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹി ഗാഥ എന്ന് പറയുന്ന കൃതിയുണ്ട്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു ഡൽഹി എ സോളിലോക്കി എന്ന പേരിൽ. ഈ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളും ഈ പുരസ്കാരത്തിൽ പങ്കാളികളാണ്. ഫാത്തിമ EV, നന്ദകുമാർ കെ എന്നീ 2 പേർ ചേർന്നാണ് ഇത് ഡൽഹി എ സോളിലോക്കി എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 JCB പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ ആരാണ്? M മുകുന്ദൻ. ഏത് കൃതിക്കാണ്? ഡൽഹി എ സോളിലോക്കി. അദ്ദേഹത്തിന്റെ ഡൽഹി ഗാഥ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അത് ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്ത് ആരൊക്കെ ചേർന്നാണ്? ഫാത്തിമ EVയും നന്ദകുമാർ കെയും ചേർന്നാണ്. ഫാത്തിമ EV, നന്ദകുമാർ കെ. ഉറപ്പായിട്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. 2021 JCB പുരസ്കാര ജേതാവ് ആരാണ്? M മുകുന്ദൻ. ദെൻ സാഫ് കപ്പ് എല്ലാവർക്കും അറിയാം, ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. 2021 സാഫ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ഫൈനലിൽ നേപ്പാളിനെ പരാജയപ്പെടുത്തി. പഠിക്കുക. 2021 സാഫ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ 2021 സാഫ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യയാണ്. ആരെ പരാജയപ്പെടുത്തി? നേപ്പാളിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ. അപ്പൊ റണ്ണേഴ്സ് അപ്പ് ആരാണ്? നേപ്പാളാണ്. മാലിദ്വീപ്സ് ആയിരുന്നു ഇതിന് വേദിയായിരുന്നു. ടൂർണമെന്റ് വേദിയായത് മാലിദ്വീപ്സ് ആയിരുന്നു. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നേട്ടമാണ് ഇന്ത്യ 100 കോടി COVID-19 വാക്സിനേഷൻ പൂർത്തീകരിച്ചത് എന്ന് 2021 ഒക്ടോബർ 21. പഠിക്കുക. ഇന്ത്യ 100 കോടി COVID-19 വാക്സിനേഷൻ പൂർത്തീകരിച്ചത് എന്ന് ചോദിച്ചാൽ എന്നാണ്? 2021 ഒക്ടോബർ 21 ഇന്ത്യ 100 കോടി COVID-19 വാക്സിനേഷൻ പൂർത്തീകരിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇന്ത്യ 100 കോടി COVID-19 വാക്സിനേഷൻ പൂർത്തീകരിച്ചു എന്ന് 2021 ഒക്ടോബർ 21. എന്തിനാണ്? 2021 ഒക്ടോബർ 21 ഇന്ത്യ 100 കോടി COVID-19 വാക്സിനേഷൻ പൂർത്തീകരിച്ചത്. നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച, WHO അംഗീകാരം ലഭിച്ച ആദ്യത്തെ COVID-19 വാക്സിൻ ഏതായിരുന്നു? ഫൈസർ വാക്സിൻ ആയിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു, അത് പരീക്ഷയിൽ ചോദിക്കുകയും ചെയ്തു. WHO അംഗീകാരം ലഭിച്ച ആദ്യത്തെ COVID-19 വാക്സിൻ ഏതാണ്? ഫൈസർ വാക്സിൻ ആണ്. എന്നാൽ WHO അംഗീകാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത COVID-19 വാക്സിൻ എന്ന് ചോദിച്ചാൽ കോവാക്സിൻ. പഠിക്കുക. WHO അംഗീകാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത COVID-19 വാക്സിൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? കോവാക്സിൻ. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത COVID-19 വാക്സിൻ ഏതാണ്? കോവാക്സിൻ. ദെൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL നമുക്കറിയാം, ഇടയ്ക്ക് വെച്ച് 2021 സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് അതിന്റെ ബാക്കി ഭാഗം UAE കൊണ്ടുവച്ചാണ് നടത്തിയത് ഈ ടൂർണമെന്റ്. അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് നടത്തിയ ടൂർണമെന്റ് ആണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2021 കിരീട ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. എല്ലാവർക്കും അറിയാം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അപ്പൊ 2021 IPL കിരീട ജേതാക്കൾ ആരെന്ന് ചോദിച്ചാലാണ്? ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി. റണ്ണേഴ്സ് അപ്പ് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ ഇതിന് വേദിയായത് ഇന്ത്യയും UAEയുമാണ്. കുറച്ച് മത്സരങ്ങൾ ഇന്ത്യയിലായിരുന്നു, പിന്നീട് കോവിഡ് ഇഷ്യൂ കാരണം സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി മത്സരങ്ങൾ UAEയിൽ വെച്ചാണ് നടത്തിയത്. അപ്പൊ ശ്രദ്ധിച്ചോണം, 2021 IPL കിരീട ജേതാക്കൾ ആരാണ്? ചെന്നൈ സൂപ്പർ കിങ്സ്. റണ്ണേഴ്സ് അപ്പ് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അതേപോലെ 2021 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ്, പുരുഷന്മാരുടെ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നു. അതിന്റെ വെന്യൂ ഇന്ത്യ
ഇന്ത്യ ആയിരുന്നു, ഹോസ്റ്റിംഗ് കൺട്രി ഇന്ത്യയാണ്. പക്ഷെ കോവിഡ് ഇഷ്യൂസ് കാരണം ആ ടൂർണമെന്റ് എവിടെ വെച്ചാണ് നടത്തിയത്? UAE വെച്ചാണ് നടത്തിയത്. അപ്പൊ 2021 മെൻസ് 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരായിരുന്നു? ഓസ്ട്രേലിയ. ഫൈനലിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. പഠിക്കുക, 2021 2020 മെൻസ് വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. നെക്സ്റ്റ്, ഇന്ത്യൻ ഏകദിന 2020 ടീമുകളുടെ പുതിയ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ട വ്യക്തി രോഹിത് ശർമ്മ. ഇന്ത്യൻ പുരുഷ ഏകദിന 2020 ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ഏകദിന 2020 ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ട വ്യക്തി. വളരെ ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖകരമെന്ന് തോന്നുന്ന പോയിന്റ്സ് ആണ്. പക്ഷെ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻസ് പറയാണ്, ആൻസർ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. 2021 റെഗുലർ കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ആരായിരുന്നു? രാധാകൃഷ്ണൻ നായർ. അതേപോലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കാറ്റഗറിയിൽ ദ്രോണാചാര്യ പുരസ്കാരം 2021 ലഭിച്ച മലയാളി ആരാണ്? TC ഔസേപ്പ്. ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? R ഹരികുമാർ. ഇന്ത്യൻ നാവികസേനയുടെ 25ാമത്തെ മേധാവിയാണ് അദ്ദേഹം. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? P വത്സല. ആൻസർ കിട്ടുന്നുണ്ടല്ലോ. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എത്രാമത്തെ വനിതയാണ്? 5ാമത്തെ വനിത. അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തിടെ അന്തരിച്ച ഡോക്ടർ M കൃഷ്ണൻ നായർ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത? തിരുവനന്തപുരം RCCയുടെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു. ദെൻ ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ 2021 മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു? അപർണ ബാലൻ. ബാഡ്മിന്റൺ താരമാണ്. 2021 JCB പുരസ്കാര ജേതാവ് ആരാണ്? M മുകുന്ദൻ. ഏത് കൃതിക്കാണ്? ഡൽഹി എ സോളിലോക്കി. അദ്ദേഹത്തിന്റെ ഡൽഹി ഗാഥ എന്ന കൃതിയുടെ ട്രാൻസ്ലേഷൻ ആണ്. അത് ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഫാത്തിമ EB, നന്ദകുമാർ K. ഈ പേരുകൾ ശ്രദ്ധിച്ചോണം. 2021 സാഫ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? നേപ്പാളിനെ പരാജയപ്പെടുത്തി. ഇന്ത്യ 100 കോടി COVID-19 വാക്സിനേഷൻ പൂർത്തീകരിച്ച എന്നാണ്? 2021 ഒക്ടോബർ 21. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത COVID-19 വാക്സിൻ ഏതാണ്? കോവാക്സിൻ. 2021 IPL കിരീട ജേതാക്കൾ ആരാണ്? ചെന്നൈ സൂപ്പർ കിങ്സ്. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തി. അതേപോലെ 2021 മെൻസ് 2020 വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ദെൻ ഇന്ത്യൻ പുരുഷ 2020 ഏകദിന ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മ. അപ്പൊ ആലോചിച്ച് നോക്കി, നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ് പഠിച്ചു, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് പഠിച്ചു. പഠിക്കുമ്പോൾ അത് ഇൻഡിവിജ്വൽ പോയിന്റ്സ് ആണ്. വേണമെങ്കിൽ ഈ ഇൻഡിവിജ്വൽ പോയിന്റ്സ് എടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം. മനസ്സിലായല്ലോ? ഈ ഇൻഡിവിജ്വൽ പോയിന്റ്സ് എന്താക്കി മാറ്റാം? സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാം. അതായത് 2021 IPL കിരീട ജേതാക്കൾ ചെന്നൈ സൂപ്പർ കിങ്സ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2021 മെൻസ് 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ന്യൂസിലൻഡ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതേപോലെ ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇങ്ങനെ 3-4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾ നോക്കും എന്താണ്? ന്യൂസിലാൻഡ് അല്ല ജേതാക്കൾ, ഓസ്ട്രേലിയ ആണെന്ന് അറിയാം. അങ്ങനെ തിരിച്ചറിയേണ്ടി വരും. അപ്പൊ ഇൻഡിവിജ്വൽ പോയിന്റ് ആണെങ്കിൽ പോലും അത് ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. വളരെ സിമ്പിൾ ആണ്. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകൻ ആരാണ്? രാഹുൽ ദ്രാവിഡ്. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകൻ ആരാണ്? രാഹുൽ ദ്രാവിഡ് ആണ്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ ആരാണ്? രവി ശാസ്ത്രിയാണ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് വെക്കാം. അതേപോലെ ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി VVS ലക്ഷ്മൺ. ശ്രദ്ധിച്ചോണം, ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ആര്? VVS ലക്ഷ്മൺ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ നേരത്തെ പഠിച്ച കുറെ പോയിന്റ്സ് ആയിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടല്ലോ. BCCIയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. BCCIയുടെ നിലവിലെ സെക്രട്ടറി ആരാണ്? ജയ്ഷായാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആരാണ്? ചേതൻ ശർമ്മയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നിലവിലെ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ആണ്. ഇന്ത്യയുടെ ഏകദിന 2020 ക്രിക്കറ്റ് ടീമുകളുടെ നിലവിലെ ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മയാണ്. ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ പുതിയ ഡയറക്ടർ ആരാണ്? VVS ലക്ഷ്മണാണ്. എന്നാലോചിച്ച് നോക്കി, 5-6 സ്പോർട്സുമായിട്ട് പ്രത്യേകിച്ച് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റിൽ ഇത് വേണമെങ്കിൽ ഒരുമിച്ചെടുത്ത് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റിയിട്ട് 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
DRDO 2021 വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ് മിസൈൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 DRDO വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ് മിസൈൽ, ഹീറ്റ് മിസൈൽ എന്ന് വിളിക്കും. ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ് മിസൈൽ, അതിന്റെ പേരാണ് അഭ്യാസ്. പഠിക്കുക. DRDO 2021 വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ് മിസൈൽ, ഹീറ്റ് മിസൈൽ എന്ന് വിളിക്കും. ഹൈ സ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ് മിസൈൽ, എന്താണ് അതിന്റെ പേര്? അഭ്യാസ്. പഠിക്കുക, അഭ്യാസ്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്, നല്ല പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റൻ ആണ്. 2021 കാനഡയുടെ പ്രതിരോധ മന്ത്രിയായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ വംശജ. ശ്രദ്ധിച്ചോണം, കാനഡയുടെ പ്രതിരോധ മന്ത്രിയായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ വംശജ അനിത ആനന്ദ്. ആരാണ്? അനിത ആനന്ദ്. നമ്മള് ന്യൂസിലൻഡിൽ മന്ത്രിയായ പ്രിയങ്ക രാധാകൃഷ്ണനെ കുറിച്ച് പഠിച്ചിരുന്നു. ബ്രിട്ടനിൽ ധനകാര്യമന്ത്രിയായ ഋഷി സുനക്കിനെ കുറിച്ച് പഠിച്ചിരുന്നു. ആ ഒരു കാറ്റഗറിയിൽ പുതിയതായിട്ട് വന്നാണ്, തീർച്ചയായിട്ടും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാനഡയുടെ പ്രതിരോധ മന്ത്രിയായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? അനിത ആനന്ദ്. ദെൻ ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ വചനം ആലേഖനം ചെയ്ത നാണയം പുറത്തിറക്കിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനാണ്. പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 ഗാന്ധിജിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ വചനം ആലേഖനം ചെയ്ത നാണയം പുറത്തിറക്കിയ രാജ്യം എന്ന് ചോദിച്ചതാണ് ബ്രിട്ടനാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വചനമാണ് അവരുടെ നാണയത്തിൽ അവർ കോട്ട് ചെയ്തത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. നല്ല പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, സൗരയുധത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനായി നാസ വിക്ഷേപിച്ച പുതിയ പേടകത്തിന്റെ പേരാണ് ലൂസി. വേണേ ചോദിക്കാം, നാസയുടെ സൗരയുധ പേടകമാണ് ഇത്, ലൂസി. ഇപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ലൂസി എന്ന പേരിൽ ഒരു സൗരയുധ പേടകം വിക്ഷേപിച്ചത് ഏത് സ്പേസ് ഏജൻസി ആണെന്ന്. ഏതാണ്? നാസയാണ്. നമ്മള് നാസയുടെ പെർസീവിയൻസ് ദൗത്യത്തെ കുറിച്ച്, ചൊവ്വ ദൗത്യത്തെ കുറിച്ച് മുൻ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ സൗരയുധത്തിന്റെ രഹസ്യങ്ങൾ തേടി നാസ വിക്ഷേപിച്ച പുതിയ പേടകത്തിന്റെ പേരാണെന്ത്? ലൂസി. സൗരയുധത്തിന്റെ രഹസ്യങ്ങൾ തേടി നാസ വിക്ഷേപിച്ച പുതിയ പേടകത്തിന്റെ പേരാണെന്ത്? ലൂസി. ദെൻ 2021 സിറാക്യൂസ് 4A എന്ന പേരിൽ ഒരു സൈനിക ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്. പഠിക്കുക, സിറാക്യൂസ് 4A എന്ന് പറയുന്ന സൈനിക ഉപഗ്രഹം ഏത് രാജ്യമാണ് വിക്ഷേപിച്ചത്? ഫ്രാൻസ് ആണ്. സിറാക്യൂസ് 4A എന്ന് പറയുന്ന സൈനിക ഉപഗ്രഹം ഏത് രാജ്യമാണ് വിക്ഷേപിച്ചത്? ഫ്രാൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ലോകത്തിലെ ആദ്യത്തെ ഭൗമശാസ്ത്ര ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. അതിന്റെ പേരാണ് യുവാക്മോ അല്ലെങ്കിൽ SDG-SAT-1. ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. യുവാക്മോ അല്ലെങ്കിൽ SDG-SAT-1. SDG-SAT-1 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സാറ്റലൈറ്റ് 1. ശ്രദ്ധിച്ചോണം, ലോകത്തിലെ ആദ്യത്തെ ഭൗമശാസ്ത്ര ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? ചൈനയാണ്. അതിന്റെ പേരാണെന്ത്? യുവാക്മോ. ടെക്നിക്കലി അതിനെ SDG-SAT-1 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സാറ്റലൈറ്റ് 1 എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ ഭൗമശാസ്ത്ര ഉപഗ്രഹം, ലോകത്തിലെ ആദ്യത്തെ ഭൗമശാസ്ത്ര ഉപഗ്രഹം വിക്ഷേപിച്ച ഏത് രാജ്യമാണ്? ചൈന. എന്താണ് അതിന്റെ പേര്? യുവാക്മോ അല്ലെങ്കിൽ SDG-SAT-1 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സാറ്റലൈറ്റ് 1. കിട്ടിയല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം 2021 ഏറ്റവും കൂടുതൽ ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തിയത് ഏത് രാജ്യമാണ്? ചൈനയാണ്. അപ്പൊ ചൈനയുടെ കുറെ ഉപഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കാറ്റഗറിയിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ലേറ്റസ്റ്റ് പോയിന്റ് ആണ് ഇത്. നെക്സ്റ്റ്, 2021 ബുക്കർ പ്രൈസ് ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ഡേമൻ ഗാൽഗട്ട്. സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ ആണ് ഡേമൻ ഗാൽഗട്ട്. അദ്ദേഹത്തിന്റെ ദ പ്രോമിസ് എന്ന കൃതിക്കാണ്, നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയിലുള്ള കൃതിക്കാണ് ഏത് പുരസ്കാരം? ബുക്കർ പ്രൈസ് നൽകുന്നത്. അപ്പൊ 2021 ബുക്കർ പ്രൈസ് ജേതാവ് ആരെന്ന് ചോദിച്ചാലാണ് ഡേമൻ ഗാൽഗട്ട് ആണ് 2021 ബുക്കർ പ്രൈസ് ജേതാവ്. ഏത് കൃതിക്കാണ്? ദ പ്രോമിസ്. അപ്പൊ ബുക്കർ പ്രൈസ് പഠിക്കുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കമ്പയർ ചെയ്ത് പഠിച്ചോണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്
ചെയ്തതാണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആകുമ്പോൾ മറ്റുള്ള ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. 2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാരെന്ന് ചോദിച്ചാൽ ഡേവിഡ് ഡിയോപ്പ്, ഫ്രഞ്ച് സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന കൃതിക്കാണ് പുരസ്കാരം. ഡേവിഡ് ഡിയോപ്പിന്റെ അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന കൃതിക്കാണ് പുരസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2021 ബുക്കർ പ്രൈസ് ജേതാവാരെന്ന് ചോദിച്ചാലാണ് ഡേമൻ ഗാൽഗട്ട്, സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ ആണ് ഡേമൻ ഗാൽഗട്ട്. അദ്ദേഹത്തിന്റെ ദ പ്രോമിസ് എന്ന കൃതിക്കാണ് പുരസ്കാരം. 2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാരെന്ന് ചോദിച്ചാലാണ് ഡേവിഡ് ഡിയോപ്പ്. അദ്ദേഹത്തിന്റെ അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന കൃതിക്കാണ് പുരസ്കാരം. അപ്പൊ ഈ സൈഡിൽ പറഞ്ഞത് കുറച്ചുകൂടെ ചോദിക്കാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകൻ ആരാണ്? രാഹുൽ ദ്രാവിഡ്. ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? VVS ലക്ഷ്മൺ. 2021 DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈസ്പീഡ് എക്സ്പാൻഡബിൾ ഏരിയൽ ടാർഗറ്റ് മിസൈൽ ഏതാണ്? അഭ്യാസ്. കാനഡയുടെ പ്രതിരോധ മന്ത്രിയായി 2021 നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? അനിത ആനന്ദ്. 2021 ഗാന്ധിജിയുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ വചനം ആലേഖനം ചെയ്ത നാണയം പുറത്തിറക്കിയ ഏത് രാജ്യമാണ്? ബ്രിട്ടൻ. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന കോട്ടാണ് അതിലുണ്ടായിരുന്നത്. അതേപോലെ നാസയുടെ സൗരയുദ്ധ പേടകത്തിന്റെ പേരാണെന്ത്? ലൂസി. പഠിക്കുക. സിറാക്യൂസ് പോറെ എന്ന് പറയുന്ന പേരിൽ ഒരു സൈനിക ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമായിരുന്നു? കിട്ടുന്നുണ്ടോ? ഫ്രാൻസ്. അതേപോലെ ലോകത്തിലെ ആദ്യത്തെ ഭൗമശാസ്ത്ര ഉപഗ്രഹം വിക്ഷേപിച്ച ഏത് രാജ്യമാണ്? ചൈന. എന്താണ് അതിന്റെ പേര്? യുവാക്മു അല്ലെങ്കിൽ SDG-SAT-1. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ 2021 ബുക്കർ പ്രൈസ് ജേതാവാരെന്ന് ചോദിച്ചാലാണ് ഡേമൻ ഗാൽഗട്ട്, സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ദ പ്രോമിസ് എന്ന കൃതിക്കാണ് പുരസ്കാരം. 2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാരാണ്? ഡേവിഡ് ഡിയോപ്പ്. അദ്ദേഹത്തിന്റെ അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന കൃതിക്കാണ് പുരസ്കാരം. ഫ്രഞ്ച് സാഹിത്യകാരനാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇത്രയും പോയിന്റ്സും കൃത്യമായി പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സ്പോർട്സ്, അപ്പോയിന്റ്മെന്റ്സ്, അതേപോലെ ശാസ്ത്ര സാങ്കേതിക മേഖല, ഇവിടെയൊക്കെ കുറച്ച് ഇൻഡിവിജ്വൽ പോയിന്റ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ കണക്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈവൻ ഈ ബുക്കർ പ്രൈസ് തന്നെ നമ്മൾ പഠിച്ചില്ലേ, വ്യക്തികളുടെ പേരും കൃതികളും പഠിച്ചു. അത് വേണമെങ്കിൽ കമ്പൈൻ ചെയ്തും ശരിയോ തെറ്റോ എന്ന രീതിയിൽ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ കൂടി ഈ ഓരോ പോയിന്റുകളും കണക്ട് ചെയ്ത് മനസ്സിൽ ഓർക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും. നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്